നവമസ്കന്ധത്തിലെ ശ്രീരാമ അവതാരമാണ് ഇന്നത്തെ വായന. ഇതിൽ പകുതി ഭാഗം രാമായണം മുഴുവനായി ചുരുക്കി പറയുന്നതാണ്. പിന്നീട് കുറച്ചു ഭാഗം ശ്രീരാമൻ്റെ മകനായ കുശൻ്റെ വംശപരമ്പരയെ വർണ്ണിക്കുന്നതാണ്. ഇനിയും എടുത്തു പറയുന്ന കഥ ഇക്ഷ്വാകുവിൻ്റെ പുത്രനായ നിമി യാഗം തുടങ്ങാൻ ഒരുങ്ങുന്നു. ഗുരുസ്ഥാനത്ത് വസിഷ്ഠനെയും നിയോഗിക്കുന്നു. ഇതേസമയം ഇന്ദ്രനും യാഗം നടത്താൻ ഒരുങ്ങുകയും വസിഷ്ഠനെ തന്നെ ഗുരുവായി ക്ഷണിക്കുകയും ചെയ്യുന്നു. എല്ലാം കൊണ്ടും ഇന്ദ്രൻ്റെ ഗുരുവായി ഇരിക്കുന്നതാണ് ലാഭം എന്ന് നനച്ചിട്ട് നിമിയോട് വസിഷ്ഠൻ പറയുന്നു, ദേവേന്ദ്രൻ നേരത്തെ യാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി വന്ന് നമുക്ക് ഈ യാഗവും നടത്താം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നു. കുറച്ചുനാൾ കാത്തിരുന്നിട്ടും വസിഷ്ഠനെ കാണാഞ്ഞ് നിമി മറ്റു മുനിമാരെ ഗുരുവായി കണ്ട് യാഗം തുടങ്ങുന്നു. ഈ സമയം ഇന്ദ്രൻ്റെ യാഗം കഴിഞ്ഞിട്ട് വസിഷ്ഠൻ എത്തുകയും താൻ വരുന്നതിന് മുമ്പേ യാഗം തുടങ്ങിയതിൽ കുപിതനായി നിമിയെ നിന്റെ ദേഹം പതികട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു. ഉടൻ നിമിയും കൂടുതൽ ലാഭേച്ഛ ഇച്ഛിച്ച അങ്ങയുടെ ശരീരവും പതിക്കട്ടെ എന്ന് തിരിച്ചും ശപിക്കുന്നു. ഇതുമൂലം രണ്ടുപേരും തങ്ങളുടെ ശരീരം ത്യജിക്കുന്നു. മിത്രവരുടന്മാരാൽ ഉർവശി നിമിത്തം വസിഷ്ഠൻ കുംഭോത്ഭവനായി ജനിക്കുന്നു. പക്ഷേ നിമിയുടെ ശരീരം മുനിമാർ ഗന്ധതൈലാദികളാലും മന്ത്രത്താലും സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് യജ്ഞസമാപനത്തിനെത്തിയ ദേവന്മാരോടായി നിമി ചക്രവർത്തിയുടെ ദേഹം ജീവിപ്പിക്കണം എന്നപേക്ഷിക്കുന്നു. ശരി, അങ്ങനെയാകട്ടെ എന്ന് പറയുന്ന ദേവന്മാരോട് നിമി പറയുന്നു, എനിക്ക് ഇനി ദേഹത്തിന് ആഗ്രഹമില്ല, എന്തിനാണ് ഈ അജ്ഞാനമായ ദേഹം? ഇത് കേട്ട ദേവന്മാർ പറഞ്ഞു, ശരിയെങ്കിൽ ഇനി മുതൽ വിദേഹനായി കഴിയട്ടെ, ഇനി എല്ലാ മനുഷ്യരുടെയും നേത്രങ്ങളിൽ അങ്ങ് വസിക്കട്ടെ എന്ന് അവരനുഗ്രഹിക്കുന്നു. എങ്കിലും ഒരു രാജാവ് ഇല്ലാത്തതിനാൽ മുനിമാർ അദ്ദേഹത്തിൻ്റെ ശരീരം കടയുകയും അതിൽ നിന്ന് ഒരു കുമാരൻ ഉത്ഭവിക്കുകയും ചെയ്യുന്നു. അസാധാരണ ജന്മം കൊണ്ട് ജനകൻ എന്നും ദേഹമില്ലാത്തവൻ്റെ മകനായതിനാൽ വൈദേഹൻ എന്നും മദനം കൊണ്ട് ഉണ്ടായതിനാൽ മിഥിലൻ എന്നും ഈ കുമാരന് പേരുകൾ ഉണ്ടായി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു വംശ പരമ്പര വരെയാണ് ഇന്ന് വായിക്കുന്നത്. ഓം ഗം ഗണപതേ നമഃ. ഓം കും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സേവനാമവൻ ഭാഗ്യവാനാകയാൽ ലോകൈക നായകനായ നാരായണൻ ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി രാമനാമം പൂണ്ടവതരിച്ചിടിനാൻ. രാമ സഹോദരന്മാരുണ്ടു 3 പേർ, ശത്രുഘ്ന ലക്ഷ്മണന്മാരും ഭരതനും ഉത്തമന്മാരവ രാമനോടൊക്കുമേ. രാമാവതാര കഥകളും കൗശിക മാമുനി തന്നോടു കൂടെ ഗമിച്ചതും താടകയെ കൊന്നു യാഗവും രക്ഷിച്ച് കേടകല്ലിക്കു കടഞ്ഞു രക്ഷിച്ചതും വില്ലു മുറിച്ചതും സീതയെ വേട്ടതും കല്യനാം ഭാർഗവൻ തന്നെ ജയിച്ചതും താതവദേനീന കാടകം ബുക്കതും പ്രീതനായി ചിത്രകൂടാചലേ വാണതും രാക്ഷസി തന്നെ വിരൂപണം ചെയ്തതും രൂക്ഷരായുള്ള ഖരാദിയെ കൊന്നതും രാവണേനാലപഹൃതയാം സീതയെ കാനനന്തോറും തിരഞ്ഞു നടന്നതും സുഗ്രീവ സഖ്യം കഴിച്ചതും ബാലിയെ നിഗ്രഹം ചെയ്തതും സേതു ബന്ധിച്ചതും രാവണൻ തന്നെ സകുലം വധിച്ചതും പാവകശുദ്ധയാം ദേവിയെ വീണ്ടതും രാജാഭിഷേകവും ചെയ്തു ജനങ്ങളാൽ പൂജ്യനായി രാജ്യവും പാലിച്ചു വാണതും ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും കാര്യം കഴിച്ച് ആത്മലോകം ഗമിച്ചതും ഇത്തരം നാരായണൻ കഥയൊക്കെയും വിസ്തരിച്ചത്യന്തരമ്യമായി തഥാം മുന്നം മഹാമുനി വാത്മീകി തീർത്തതും 3 ലോകത്തിലും വ്യാപിച്ചിരിക്കയാൽ ഉത്തമ താപസന്മാർ അരുൾ ചെയ്തിട്ട് പൃഥ്വിപതേ കേട്ടിരിക്കുമല്ലോ ഭവാൻ. എന്നതോ കൊണ്ടതോ വിസ്തരിക്കുന്നതില്ല, എന്നതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. രാമചന്ദ്രൻ തൻ്റെ പുത്രനല്ലോ കുശൻ, കോമളേനാമവൻ പുത്രേനധീതിയും പുത്രേനവന്നോ നിഷദൻ തതോ നഭ സത്തമൻ പുണ്ടരീകാഖ്യൻ അവൻ മകൻ. ക്ഷേമധന്നാവും അവൻ
ദേവാനികേനാമവൻ തൽസുതൻ ഋക്ഷേനവൻ മകൻ തൽസുതൻ പാരിയാത്രൻ ബലൻ തൽസുതൻ ബിന്ദോരലനവൻ തന്നുടേ നന്ദനൻ വജ്രനാഭൻ തസ്യ പുത്രൻ സ്വഗണനും പൂജ്യനായുള്ള വിധൃതിതൻ നന്ദനൻ പുത്രനവന്നു ഹിരണ്യനാഭൻ നൃപൻ തത്രയാചാരനായി വന്നാനവൻ താനും തൽസുതൻ പുഷ്യൻ ധ്രുവസന്ധി തൽസുതൻ തൽസുതനല്ലോ സുദർശന ഭൂപതിം തസ്യാഗ്നിവർണ്ണൻ സുതൻ തസ്യ ശീക്രനും തസ്യാത്മജൻ മരുവെന്ന നരേശ്വരൻ സൂര്യവംശം കലികാലം കഴിയുന്ന നേരം നശിച്ചിതു പിന്നെയുണ്ടാകുവാൻ കലാപഗ്രാമി വസിക്കുന്നവൻ അതിധന്യനവൻ മഹായോഗബലന്നിരൻ ഉത്തമേനാമവൻ പുത്രൻ പ്രസുശ്രുതൻ പുത്രേനത സന്ധി തസ്മാദമർഷണൻ പുത്രൻ മഹസവന്നു വിശ്വസമൻ പുത്രനവന്നു ബൃഹൽബലവീര്യവാൻ ഒന്നാനവനെ വിജയണ്ടനാങ്കണേം ചൊന്നീം കഴിഞ്ഞൊരു ഭൂപതിമാരെ ഞാൻ മീലിലുണ്ടാകുന്നവരെയും ചൊല്ലുവൻ ചാലേ ബൃഹദ്ബലപുത്രൻ ബൃഹദ്രണൻ തസുതനുണ്ടാമൊരു ക്രിയ ഭൂപതിയും വത്സനന്നാദിയായി വൃദ്ധേനവൻ മകൻ പുത്രൻ പ്രതിവ്യോമനും ഭരതൻ മകൻ പുത്രൻ ദിവാർക്കൻ തഥാ സഹദേവനും പുത്രൻ ബൃഹദശനും സുതൻ ഭാനുമാൻ പുത്രേനവന്നു പ്രതികാശ്യ ഭൂപതി തസുതൻ സുപ്രതീകൻ മരുദേവനം തസുതൻ തൽപുത്രനും സുനക്ഷത്രകൻ പുത്രനുരൂഷകൻ തസ്യാന്തരീക്ഷനും പുത്രൻ സുതപസാമിത്രജിൽ തൽസുതൻ തൽനന്ദനൻ ബൃഹൽഭോജനവൻ മകൻ പിന്നെ ബൃഹീസുഹൃതൻ ജയന്തൻ മകൻ പുത്രൻ രണജ്ഞയൻ ശാഖ്യേനവേനുമശുദ്ധോദന സുതൻ ലാംഘലൻ തൽസുതൻ തസ്യ പ്രസേനജിൽ തൽസുതൻ സുരഥൻ പുത്രൻ സുരഥേനുടൻ വസുമിത്രനും ഇഥം ബൃഹൽബല വംശമുണ്ടായി വരും ഇഥമീ വംശം സുമിത്രജമായി വരും പൃഥ്വിയിൽ പിന്നെയൊടുക്കം കലിയുകയും മുന്നമിക്ഷാകുവിൻ പുത്രനാകും നിമി നന്നായി ഭരിച്ചു യാഗാർത്ഥം വസിഷ്ഠനെയും മുന്നം മഹേന്ദ്രൻ ഭരിച്ചതു കാരണം നന്നായതു കഴിച്ചിങ്ങു വന്നിടുവൻ എന്നരുൾ ചെയ്തെഴുന്നള്ളി വസിഷ്ഠനും മന്നവേനൊട്ടുമേ സൗഖ്യം വരായയാൽ ചെറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാഞ്ഞ് മറ്റു മുനിവരന്മാരെ വരിച്ചുടൻ യാഗം തുടങ്ങിയ നേരം മഹേന്ദ്രന്റെ യാഗം കഴിച്ചിങ്ങു വന്നു വസിഷ്ഠനും യാഗം തുടർന്നതു കണ്ടു കുപിതനായും വേഗേന ഭൂപതി തന്നെ ശപിച്ചിതേം നമ്മയും ധിക്കരിച്ചിത്തരം ചെയ്തൊരു ദുർമതേ നിന്നുടെ ദേഹം പതിച്ചുപോം എന്നു ശപിച്ചതു കേട്ടു നരേന്ദ്രനും വന്ന കോപേന ശപിച്ചാൻ വസിഷ്ഠനെ ലോഭം നിനക്കയാൽ എന്നെ ഉപേക്ഷിച്ച ലോഭിയാകും തവ ദേഹവും വീണുപോം അന്യോന്യമേവം ശപിച്ചാരിരുവരും വന്നീതവർക്കു ശരീരപാദൻക്ഷണം മിത്രപരുണതനയനായുർവശി പുത്രഭാവേന ജനിച്ചാൻ വസിഷ്ഠനും ഭൂപതി തന്നെ ദേഹം നശിക്കാതെ താപസന്മാർ പരിപാലിച്ചനന്തരം യജ്ഞം സമർപ്പിച്ച് ദേവതമാരോടും വിജ്ഞാനികേല മുനികൾ കരുണയാം ഭൂപതി ദേഹം ഉണരുവാനർത്ഥിച്ചു ഭൂപതി താനതു കേട്ടു ചൊല്ലിടിനാൻ ദേഹമനിത്യം ജരാവ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണമാകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും ദേഹമല്ലോ ശോക കാരണം ദേഹിനാം ആകയാൽ ദേഹത്തിനാഗ്രഹമില്ലമീം ശോകം വരുത്തുവാനാശയുണ്ടാകുമോ എന്നതു കേട്ടരുൾ ചെയ്തു മുനികളും ഇന്നു ദേഹം വീണ മൂലം വിദേഹനായി
ഉത്തമീനാം ഭവാൻ മനുഷ്യന്മാരുടെ നേത്രങ്ങളിൽ ഇന്നു തൊട്ടു വസിച്ചാലും എന്നാ നിമേഷണോന്മേഷങ്ങളുണ്ടാകും. എന്നാൽ ഭവാനു യശസ്സുമുണ്ടായി വരും, ജ്ഞാനവുമുണ്ടാ നിനക്കെന്നു കേൾക്കയാൽ. മാനവ ശ്രേഷ്ഠൻ വസിച്ചു നേത്രങ്ങളിൽ. അന്നു തുടങ്ങി നിമേഷണോന്മേഷങ്ങൾ വന്നു നരന്മാർക്ക് മുന്നമില്ലാർക്കുമേ. പുത്രനില്ലാഞ്ഞു മുനികൾ നിമിയുടെ ഗാത്രം കടഞ്ഞളവുണ്ടായി നന്ദനൻ. തന്നെ ജനിച്ചതു മൂലം ജനകനായും പിന്നെ മിഥിലനെന്നാഖ്യ മതിക്കയാൽ. പിന്നെ വൈദേഹനെന്നാഖ്യ മൂന്നാമതും വന്നു വിദേഹന്റെ നന്ദനേനാകയാൽ. നല്ല മിഥിലൻ ചമച്ച പുരത്തിനും ചൊല്ലുന്നു നാമം മിഥിലയെന്നേ വരും. തൽപുത്രനായതോ വീരനുദാവസു, തൽപുത്രനു നന്ദിവർദ്ധനെന്നു പേർ. പുത്രൻ സുകേതുപോൽ ദേവരാധേനവൻ, പുത്രൻ ബൃഹദ്രഥനെന്നവൻ നന്ദനൻ. തത്തനയൻ മഹാവീരൻ സുധൃതി, തൽപുത്രനല്ലോ ദൃഷ്ടകേതു തൽപുത്രനും. തസ്യ ഹരിഷ്യൻ മരുവവൻ നന്ദനൻ, തത്സുതനായാനൊരുവൻ പ്രദീപകൻ. പുത്രൻ കൃതരഥൻ ദേവമീഡൻ തസ്യാം, പുത്രനവനുടെ പുത്രൻ വിശ്രുദ്ധനും. തസ്യ മഹാധൃതി തസ്യ ഹൃതിരാധൻ, തസ്യാത്മജൻ മഹാരോമാ മഹീപതിം. തസുതൻ സ്വർണരോമ ഹ്രസ്വരോമനം, തസുതൻ സീരധ്വജനവൻ നന്ദനൻ. ഭൂമിയുഴുതിതു യാഗാർത്ഥമായവൻ, ഭാമിനി സീതയും സീരാഗ്രലബ്ധയായി. സീരധ്വജാഖ്യനായി വന്നാനവൻ തഥാം, സീരങ്കരി എന്നു ഭാഷ ചൊല്ലുന്നിതേ. പുത്രൻ കുരുധ്വജൻ തസ്യ ധർമ്മധ്വജൻ, പുത്രനവന്നു സുതധ്വജൻ ജാതമായി. മുന്നം കൃതധ്വജൻ പിന്നെ വിതധ്വജൻ, മുന്നേ വിനോ കേശികേതുവല്ലോ സുതൻ. ഖണ്ഡിക്യനല്ലോ വിതധ്വജ നന്ദനൻ, പാണ്ഡിത്യമേറും കൃതധ്വജ നന്ദനൻ. നിർമ്മലജ്ഞാനിയായി ഖാണ്ഡിക്യനേറ്റവും കർമ്മിയായി, തങ്ങളിൽ ചേർച്ചയില്ലായകയാൽ ജ്യേഷ്ഠനെ പേടിച്ചുപോയി ഖാണ്ഡിക്യനും. ജ്യേഷ്ഠനെന്നുണ്ടായി നന്ദനൻ ഭാനുമാൻ, പുത്രൻ ശതദ്യുമ്നനും ശുചീതൻ സുതൻ. പുത്രനവനും സനദ്വാജനാമവൻ, പുത്രനവൻ ഊർധകേതുവാകും നൃപൻ. പുത്രനജൻ കുരുജിത്തവൻ നന്ദനൻ, പുത്രനരിഷ്ടനെ വ്യാഖ്യേനവനുടെ പുത്രൻ ശ്രുതായുസ്സവനു സുഭാർശകൻ. പുത്രനവൻ മകൻ ചിത്രരഥനവൻ, പുത്രനും ക്ഷേമർദ്ധി എന്നു പേരായവൻ. ഹേമരഥനവൻ നന്ദനിന്തൽ സുതൻ, കോമളനാകിയ സത്യരഥ നൃപൻ. നല്ലൊരു വെൺഗുരു നന്ദനിന്തൽ സുതൻ, തന്മകൻ കല്യാണശീലേനുപഗുപ്തൻ. തസ്യാഗ്നി സംഭവൻ വത്സനന്ദാഭിതൻ, തസുതൻ തസ്യ പുത്രൻ യുയുധാനനും. പുത്രൻ സുഭാഷണൻ ദത്തനേയൻ ശ്രുതൻ. പുത്രൻ ജയേനവൻ പുത്രൻ വിജയനും, പുത്രൻ ധൃതേനവൻ പുത്രൻ ശുനകനും. ഉത്തമൻ വീതഹവ്യാഖ്യേനവൻ മകൻ, പുത്രനവനോ ധൃതി ബഹുലാശ്വനം. പുത്രനവനോതൽ പുത്രനല്ലോ കൃതിം. ഇങ്ങനെ മൈഥിലന്മാരാ നൃപതികൾ മംഗലന്മാരായ വിജ്ഞാനശാലികൾ.